നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 11/4/2026 ശനിയാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്ന്. എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്കിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണ് പ്രധാന പണി. ഇപ്പോൾ ഒരു ദിവസം 3 വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദിവസം തീരും. നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടാപ്പിംഗ് ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ടാപ്പിംഗ് ആരംഭിക്കാം എല്ലാവർക്കും. ഇപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 231 രൂപ. RSS5 1 കിലോയ്ക്ക് 227 രൂപ. ISNA 20 1 കിലോയ്ക്ക് 199 രൂപ. ലാറ്റക്സ് 60%-ന് 158 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS4 1 കിലോയ്ക്ക് 231 രൂപ. RSS5 1 കിലോയ്ക്ക് 227 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 220 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 197 രൂപ മുതൽ 202 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 147 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 110 രൂപ 25 പൈസ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 262 രൂപ 16 പൈസ. RSS2 1 കിലോയ്ക്ക് 260 രൂപ 43 പൈസ. RSS3 1 കിലോയ്ക്ക് 258 രൂപ 84 പൈസ. RSS4 1 കിലോയ്ക്ക് 257 രൂപ 97 പൈസ. RSS5 1 കിലോയ്ക്ക് 257 രൂപ 54 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 211 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ പാലിന് 10,550 രൂപ. 30% DRC ഉള്ളതിന് 12,660 രൂപ. 35% DRC ഉള്ളതിന് 14,770 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 223 രൂപ. RSS5 1 കിലോയ്ക്ക് 219 രൂപ. ISS 1 കിലോയ്ക്ക് 194 രൂപ 50 പൈസ മുതൽ 195 രൂപ വരെയും. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 128 രൂപ മുതൽ 142 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ISNA 20 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കി വിലകളെല്ലാം ഇന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്നലെയും ഈ വിലയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വില കുറയാനാണോ കൂടാനാണോ എന്ന് നമുക്ക് നാളെ നോക്കാം. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 268 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 273 രൂപ. കൊപ്ര എടുത്തപടി 157 രൂപ. അടയ്ക്ക പുതിയ തുരിയിലേക്ക് 390 രൂപ. അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നേരിയത് 3800 രൂപ. ജാതിക്ക തൊണ്ടൻ 280 രൂപ. ജാതിപത്രി ചുവപ്പ് 1700 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ. ജാതിപത്രി മഞ്ഞ 1500 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 2100 രൂപ മുതൽ 2200 രൂപ വരെയും. ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2200 രൂപ വരെയും. ഗ്രാമ്പു 790 രൂപ. നാടൻ 910 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 600 രൂപ വരെയും. ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ. സെക്കൻഡ് 200 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 38 രൂപ. റോട്ടറി 41 രൂപ. കുരുമുളക് വില കുതിച്ചു കയറി. അൺകാർബിളിന് 702 രൂപ. പുതിയ മുളകിന് 692 രൂപ. കുരുമുളക് ഗാർബിളിന് 1 കിലോയ്ക്ക് 722 രൂപ. ചുക്ക് ബെസ്റ്റ് 300 രൂപ. മഞ്ഞൾ സേല 155 രൂപ. വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 31 രൂപ. പച്ച 29 രൂപ. പഴം 33 രൂപ. കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,000 രൂപ. ഉണ്ടച്ചാക്ക് 54 കിലോ 10,700 രൂപ. കുരുമുളക് വയനാടൻ 690 രൂപ. ചേട്ടൻ 680 രൂപ. ഇഞ്ചിച്ചാക്ക് 60 കിലോ 2200 രൂപ. ഏലം ഉണക്ക കിലോ 2450 രൂപ മുതൽ 2900 വരെ. നെല്ല് കിൻഡൽ 2500 രൂപ. നേന്ത്രക്കായ കിൻഡൽ 2100 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ. അടയ്ക്ക 350 രൂപ. പുതിയ അടയ്ക്ക 275 രൂപ. കസ്തൂരി മഞ്ഞൾ 110 രൂപ. ഗ്രാമ്പു 800 രൂപ. ജാതി തൊണ്ടൻ 250 രൂപ. ജാതിപ്പരിപ്പ് 600 രൂപ. കച്ചോലം 600 രൂപ. ജാതിപത്രി 1500 രൂപ മുതൽ 1800 രൂപ വരെ. കുരുമുളക് 675 രൂപ. ഏലക്ക 2000 രൂപ. തേങ്ങ 49 രൂപ മുതൽ 51 രൂപ വരെ. വിരൽ മഞ്ഞൾ 160 രൂപ. തട മഞ്ഞൾ 150 രൂപ. കൊക്കോ പൊളിച്ചത് 210 രൂപ. കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.